ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ 2 ദിവസം മുന്നേ നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിന്റെയും അതുപോലെ തന്നെ സുജിന്റെ പെങ്ങളായിട്ടുള്ള കുഞ്ചൂസിന്റെയും ഒരു ഓൺലൈൻ ഗെയിമിന്റെ പ്രൊമോഷൻ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവരുടെ ഈ ഒരു ഓൺലൈൻ ഗെയിം പ്രൊമോഷനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മല്ലു ഫാമിലിയിലെ സുജിൻ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും മാത്രമല്ല, ഇവരുടെ ഫോളോവേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് ലീക്കായിട്ടുള്ള കുറച്ച് വാട്സപ്പ് വോയിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് വ്ളോഗേഴ്സ് അവരുടെ വീഡിയോസിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്തിനാണ് എല്ലാവരും മല്ലു ഫാമിലിയുടെ നെഞ്ചത്തോട് തന്നെ കയറുന്നത്, മല്ലു ഫാമിലി എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുകയാണോ യൂട്യൂബേഴ്സ് ഒക്കെ എന്നൊക്കെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. മല്ലു ഫാമിലി ഉടായിപ്പ് കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് മല്ലു ഫാമിലി ഞങ്ങൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. മല്ലു ഫാമിലി മാത്രമല്ല, ഇനി ആര് കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആര് എന്ത് ഉടായിപ്പത്തരം കാണിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യും. അതിനാണല്ലോ റിയാക്ഷൻ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മല്ലു ഫാമിലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നല്ല ഹെവി റീച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവർക്ക് കാര്യമായിട്ട് ഒട്ടും തന്നെ വ്യൂസ് ഇല്ല എന്നതാണ്. അപ്പൊ അതിനെ തുടർന്ന് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പെയ്ഡ് ആയിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ക്ലിപ്പുകളും കാര്യങ്ങളും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. അതാണ് മല്ലു ഫാമിലിയിൽ തന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത്. മല്ലു ഫാമിലി ഉടായ്പ് കാണിക്കുന്നതുകൊണ്ടാണ് മല്ലു ഫാമിലിനെ എടുത്തു വെച്ച് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഇനി മല്ലു ഫാമിലി അല്ല, വേറെ ഏതെങ്കിലും ഫാമിലീസ് ആണ് ഇതുപോലത്തെ ഉടായ്പത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഫാമിലിനെ ഞങ്ങൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നതാണ്. അതുപോലുള്ള റിയാക്ഷൻ വീഡിയോ ആണ് ഇന്ന്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മല്ലു ഫാമിലിത്തെ സുജിനും പൊന്നൂസും കുഞ്ചൂസും മാത്രമൊന്നുമില്ല, നമ്മുടെ വയനാടൻ വ്ളോഗേഴ്സ്, നമ്മുടെ അമ്മൂസും ജിഷ്ണുവും, അതായത് വയനാടൻ വ്ളോഗേഴ്സിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരും ഈ ഒരു ഓൺലൈൻ ഗെയിമിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. കുറച്ച് ായിട്ട് എവിടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയോ? വേറെ എവിടേക്കുമല്ല, ATMിലേക്കാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഗെയിം കളിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി, അതെടുക്കാൻ വേണ്ടി പോയതാ. ഇതാണ് ഞാൻ ഇന്നലെ രാത്രി 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ പൈസ. ഇത് ടോട്ടൽ 9000 രൂപയുണ്ട്. ഈ ഒരു ഗെയിമാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ഗെയിം കളിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കാം. ഈ ഗെയിമിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഗെയിം കളിച്ച് ഇത്രയും പൈസ കിട്ടും? അത് അറിയത്തില്ലായിരുന്നു മോനെ. എന്താ ഒരു എളുപ്പപ്പണിയല്ലേ. ഗെയിം അങ്ങോട്ട് കളിക്കുക, രാവിലെ പോയിട്ട് ATM 10,000 ഇങ്ങോട്ട് എടുക്കുക അല്ലെ. ഇനി ഇത് മാത്രമല്ല, ഒരു വീഡിയോ കൊണ്ട് അതും കൂടി കാണാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ ബാങ്ക് ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ നേരെ പോകുന്ന ATMിലേക്കാണ്. ഇപ്പൊ എന്റെ പേഴ്സിൽ ഒന്നുമില്ല, പക്ഷെ വരുമ്പോൾ ഞാനിത് നിറയ്ക്കും. സത്യം പറഞ്ഞാൽ എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് 1 മാസത്തെ അല്ല, വെറും 2 ദിവസത്തെയാണ്. അങ്ങനെ ഞാനിതാ ATMിലെത്തി. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ ബാങ്ക് ബാലൻസ്. കാണുന്നുണ്ടോ? 1,55,374 രൂപ. അതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടി ഞാനൊരു 10,000 രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ. ഒന്നുമല്ല, പേഴ്സിൽ കുറച്ച് പൈസ വെക്കണം തോന്നി. അങ്ങനെതാ നേരെ എന്റെ പേഴ്സിലേക്ക് വെച്ചു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്ന്. എന്നാ കേട്ടോ, വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം. അതിന് വേണ്ടി എന്താ സുഖല്ലേ, രാവിലെ എണീച്ചു, കാര്യമായിട്ടുള്ള പേഴ്സ് കാണിക്കുന്നു, അത് നിറയ്ക്കാൻ വേണ്ടി ATMിൽ പോകുന്നു, അത് 10,000 എടുത്ത് നിറയ്ക്കുന്നു, എന്നിട്ട് പറയുന്നു ഇതെല്ലാം ഞാൻ ഇന്നലെ ഗെയിം കളിച്ച് നേടിയ കാശാണ്. എന്ത് സുഖമല്ലേ. ഇങ്ങനെയാണെങ്കിൽ ആർക്കും പണിക്ക് പോകണ്ടല്ലോ ജിഷ്ണു. എല്ലാവർക്കും ഈ ഗെയിം അങ്ങ് കളിച്ചിരുന്നാൽ മതിയല്ലോ. പിന്നെ ഒരു പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഗെയിമാണ് ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അവർ സ്വന്തം റിസ്കിൽ കളിക്കണം എന്നാണ് പറയുന്നത്. ആരാണോ കളിക്കുന്നത് സ്വന്തം റിസ്ക് ആയിരിക്കും. ഇവർ അതിനൊന്നും ഉത്തരവാദി ആയിരിക്കത്തില്ല. ഇവരെന്തായാലും നന്നായിട്ട് കാശ് വാങ്ങിയിട്ടുണ്ട് ഈ ഒരു ഗെയിം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് എന്തായാലും അല്ലെ. ഭർത്താവ് മാത്രമൊന്നുമല്ല, ഭാര്യയെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് കട്ടയ്ക്ക് തന്നെ ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നത്. നമുക്ക് ആ ക്ലിപ്പ് കൂടെ ഒന്ന് കാണാം. അല്ല മൂസേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, നീ ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാ? പൈസ ഇവിടുന്നതിനൊക്കെ നീ എങ്ങനെ എന്റെ ക്രെഡിറ്റ് കാർഡ് പൊക്കിയോ? അയ്യടാ, ഞാൻ നിന്റെ രൂപ പോലും എടുത്തിട്ടില്ല. ഞാൻ ഒരു ഗെയിം കളിക്കുന്നുണ്ട്, അതിന് കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത്. അതേതാ ഗെയിം? പറഞ്ഞിരുന്നില്ല. എടി പറയടി. എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിലും. അപ്പൊ ക്ലിപ്പുകളും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഗെയിമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ മല്ലു ഫാമിലിത്തെ കുഞ്ചൂസും അതുപോലെ തന്നെ സുജിനും പ്രൊമോട്ട് ചെയ്യുന്ന സെയിം ഗെയിം തന്നെയാണ് ഇവരും പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. അവരൊക്കെ ആ സമയത്ത് നല്ല ഹെവി റീച്ചും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായ റീച്ച് ഒന്നും ഇവർക്ക് ഇന്നില്ല. നമ്മുടെ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് ഒരു ലക്കാണ്. ചില സമയത്ത് നല്ല ഹെവി ആയിട്ട് റീച്ച് ഉണ്ടാവും, ചില സമയത്ത് ഒട്ടും റീച്ച് ഉണ്ടാവില്ല. അങ്ങനെയാണ് അല്ലെ. പലർക്കും പല സമയത്തായിരിക്കും യൂട്യൂബിൽ ലക്ക് ഉണ്ടാവുക. അതുപോലെ ഒരു കാലത്ത് ലക്ക് ഉണ്ടായിരുന്ന ഫാമിലി വ്ളോഗേഴ്സ് ആണ് നമ്മുടെ ഈ മല്ലു ഫാമിലി, അതുപോലെ ഡ്രീം റൈഡർ, ഈ ഒരു വയനാടൻ വ്ളോഗർ, ഇങ്ങനെയുള്ള കുറച്ച് ഫാമിലി വ്ളോഗേഴ്സ്. അവർക്കൊന്നും ഇപ്പൊ റീച്ചില്ല. ഇപ്പം പുതിയതായിട്ട് വന്ന കുറച്ച് ഫാമിലി വ്ളോഗേഴ്സ് ആണ് ഇപ്പൊ നല്ല ഹെവി ആയിട്ട് യൂട്യൂബിൽ ഉയർന്നു നിൽക്കുന്ന ഫാമിലി വ്ളോഗേഴ്സ്. ഒരു കാലത്ത് പ്രതാപം ഉണ്ടായിട്ടുള്ള ഈ ഫാമിലി വ്ളോഗേഴ്സിനൊന്നും ഇപ്പൊ റീച്ചില്ല. അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെയിൻ പരിപാടിയാണ് ഇങ്ങനെയുള്ള
ഇതുപോലെയുള്ള ഈ ഓൺലൈൻ ഗെയിമിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അത്യാവശ്യം നല്ല എമൗണ്ടും ഇവർക്ക് ആ പ്രൊമോഷൻ വഴി കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് ഇവർ പണിയെടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് ഈ ഓരോ പ്രൊമോഷൻ വീഡിയോസിന്റെ ലാസ്റ്റും സ്വന്തം റിസ്കിൽ കളിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇതുപോലെയൊക്കെയുള്ള ഗെയിം കളിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഗെയിമിന്റെ നിർമ്മാതാക്കൾ നമുക്ക് ഇങ്ങോട്ട് നല്ല പൈസ ഒക്കെ തരും. അങ്ങോട്ട് 1000 ഇട്ടാൽ ഇങ്ങോട്ട് 2000 തരും, പിന്നെ അങ്ങോട്ട് 2000 ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് 4000 തരും. അങ്ങനെ ആദ്യമൊക്കെ നമ്മളെ നല്ല സുഖിപ്പിക്കുന്ന രീതിയിലൊക്കെ ഇവർ നല്ലതായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കും. ഗെയിമിലൂടെ കുറെ പൈസയൊക്കെ നമുക്ക് സന്തോഷിക്കും. സൈക്കോളജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് 2000 കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ട് 4000 ഇടാനുള്ള ത്വരയുണ്ടാവും. നമുക്ക് ഇങ്ങോട്ട് 4000 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് 8000 ഇടാനുള്ള ത്വരയുണ്ടാവും. അങ്ങനെ ഇട്ടിട്ട് ഹെവി എമൗണ്ട് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബിഗ് ആയിട്ട് അല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള എമൗണ്ട് ആവുന്ന സമയത്ത് പിന്നെ അവരങ്ങ് വലിയും. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശാണ് നമുക്ക് നഷ്ടമാവുക. ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആർക്കെങ്കിലും ഇതുപോലുള്ള ഗെയിം കളിച്ചിട്ട് പൈസ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇന്ന ഫാമിലി വ്ളോഗേഴ്സ് ഈ ഒരു ഗെയിമിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ്, ഇവര് കാരണമാണ് ഞങ്ങൾ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങിയത്, അങ്ങനെ ഞങ്ങൾക്ക് ഇത്ര കാശ് നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇന്ദുലേഖ എന്ന് പറഞ്ഞിട്ടൊരു വെളുപ്പിക്കുന്ന സോപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, മമ്മൂട്ടിയൊക്കെ പരസ്യം ചെയ്തിട്ടുള്ള ഒരു സോപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വെളുക്കും, ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടിന്റെ കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ദുലേഖ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി സോപ്പിനെ പറ്റിയിട്ട്. അപ്പൊ അത് തേച്ചിട്ട് വെളുത്തിട്ടില്ല എന്നങ്ങനെ പറഞ്ഞിട്ട് ആരോ പോയി കേസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നഷ്ടപരിഹാരമൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു കേസ് കൊടുത്ത ആൾക്ക്. അപ്പൊ അതുപോലെ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഈ ഗെയിമുകളും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് പൈസ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ, ഈ ഫാമിലി വ്ളോഗേഴ്സിനെതിരെ, ഈ പ്രൊമോട്ട് ചെയ്ത ആരാണോ ഫാമിലി വ്ളോഗേഴ്സ് അവർക്കെതിരെ നമുക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക്, ഈ ഗെയിമുകളൊന്നും നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിൽ നിന്നൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ലീഗലി ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനിൽ കയറി കളിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത് ഇല്ലീഗലാണെന്നല്ലേ ഇതിൻ്റെ അർത്ഥം അല്ലേ? പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരിക്കലും യൂട്യൂബിനകത്ത് ഇതിൻ്റെ ഒന്നും പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യില്ല. കാരണം എന്താ, യൂട്യൂബിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും അല്ലേ മക്കളെ? അതുകൊണ്ടാണ് ഇവർ യൂട്യൂബിനകത്ത് ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യാത്തത്. ഇവർ മെയിനായിട്ടും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമാണ് മെയിനായിട്ട് ഇവർ ഇതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട് വ്ളോഗേഴ്സും നമ്മുടെ മല്ലു ഫാമിലിയും തമ്മിൽ നല്ല കട്ട ചങ്ക്സ് ആണെന്ന് തോന്നുന്നു. ഇപ്പം കുറച്ച് റീസെൻ്റ് ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനിവിടെ കാണിക്കാം. കണ്ടല്ലോ, അപ്പൊ ചങ്ക്സും കൂടിയിട്ടാണ് ഈ ഒരു മൂഞ്ചിക്കൽ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ദയവേദി ഇവരുടെ കെണിയിൽ ആരും പോയി വീഴാതിരിക്കുക. പിന്നെ നമ്മുടെ മല്ലു ഫാമിലിത്തെ സുജിൻ പറയുന്നുണ്ടായിരുന്നു, ഇവന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിനകത്ത് കുറച്ച് ലീക്ക് ആയിട്ടുള്ള വോയിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സുജിന്റെ. അപ്പൊ സുജിൻ പറയാണ് ഇവന്റെ വോയിസുകളും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ചില ചാരന്മാർ, സ്പൈകൾ ഒളിഞ്ഞിരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ കാരണമാണ് ഞങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സ് അരി വാങ്ങിക്കുന്നതെന്നൊക്കെ അവൻ പറയുന്നു. നീ എന്താ റേഷൻ കടയാണോ നിന്നെ വെച്ച് ഞങ്ങൾ അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്? നീ ഇങ്ങനത്തെ തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരൊക്കെ കാണിക്കുന്നതുകൊണ്ടല്ലേ സുജിനെ ഞങ്ങൾ നിന്നെ വെച്ച് വീഡിയോ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിന്നെ വെച്ച് ആരെങ്കിലും വീഡിയോ ഇല്ല? അത്രയ്ക്ക് ദരിദ്രവാസികളൊന്നും ഇല്ലടാ യൂട്യൂബ് റിയാക്ഷൻ വ്ളോഗേഴ്സിൽ. അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.